ടോട്ടൽ കോസ്റ്റ് ഇപ്പോൾ ഈ വണ്ടിക്ക് 70-80 അടുപ്പിച്ച് 80,000 രൂപയായിട്ടുണ്ടല്ലേ? അപ്പോൾ ഈ ഒരു വണ്ടി ഇതിൽ പിന്നെ നമ്മൾ എഡ്ജ് സൈഡിൽ കുറച്ച് ചെറിയ ചെറിയ രീതിയിൽ, അതായത് അതിന്റെ ക്യാമിലൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ വാംനട്ട്, സ്പിൻഡില്, ഓയിൽ പമ്പ്, പിന്നെ ഈ സൈഡ് നമ്മൾ പ്രഷർ പ്ലേറ്റ്, ക്ലച്ച് വൈസ് ഒക്കെ മാറി, എല്ലാം തേഞ്ഞ കിടക്കുകയായിരുന്നു. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ വണ്ടിയിലെ റോക്രാം കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് പൈസ പേരിലായി. ഈ സീറ്റ് പുതിയതല്ലേ? സീറ്റ് പഴയത്, പഴയ സീറ്റാണ് വണ്ടി. പക്ഷെ നല്ല ഫിനിഷിംഗ് കേട്ടോ സീറ്റ് പോലും. എന്തായാലും കൊള്ളാം. 1999 മോഡൽ ബുള്ളറ്റാണ് ഇതേ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. 80,000 രൂപയാണ് ടോട്ടൽ കോസ്റ്റ് ഈ ഒരു വണ്ടി റീസ്റ്റോർ ചെയ്തപ്പോഴത്തേക്ക് നമുക്കായതെന്നുള്ളതാണ് കേട്ടോ. പക്ഷേ അടിപൊളി. എനിക്ക് പ്രത്യേകിച്ച് എടുത്തു വേണ്ട ഈ ഒരു കളർ. ഇതിന്റെ പേരെന്താ? ഈ ഒരു കളറിന്റെ അറിയത്തില്ല. എന്തായാലും നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ഈ ഒരു കളറിന്റെ പേര് അറിയാമെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ഇട്ടിടണേ. ചെറി റെഡ് ആണോ? ചെറി റെഡ് അല്ല അല്ലേ? കുറച്ചുകൂടെ ഒരു ഡാർക്ക് കളറാണ്. എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കളർ. ഒരു വെറൈറ്റി. നമ്മൾ ആദ്യമായിട്ടാണ് തോന്നുന്നത് ഇതുപോലത്തെ കളറാണ് അടിക്കുന്നത്. ഇപ്പൊ ഈ ടൈപ്പ് ആരും അടിക്കാറില്ല. എല്ലാരും നല്ല ഡാർക്ക് ആയിട്ടുള്ള കളറൊക്കെയാണ് അടിക്കുന്നത്. പണ്ട് എന്റെ കൊച്ചിലേക്ക് എനിക്ക് ഓർമ്മയുണ്ട്, ആ സമയത്തൊക്കെ ഇതേപോലെ അടഞ്ഞ റെഡൊക്കെയാണ് കൂടുതലായിട്ട് ബുള്ളറ്റിലൊക്കെ പെയിന്റ് ചെയ്യുന്നത്. ബ്ലാക്ക് അല്ലെങ്കിൽ അപ്പൊ എന്തായാലും ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിലൂടെ. നമ്മുടെ 1999 മോഡല് ബുള്ളറ്റ് റീസ്റ്റോറേഷന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇതുപോലെ ബുള്ളറ്റുകൾ ഉണ്ടെങ്കിൽ, റീസ്റ്റോർ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഷിജിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഷിജിൻ്റെ ലൊക്കേഷൻ വരുന്നത് കടയ്ക്കാവൂർ, തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ എന്നിടത്തുള്ള കടയ്ക്കാവൂർ ചെക്കാല ഭാഗത്താണ്. ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ ബുള്ളറ്റ് സോൺ കടയ്ക്കാവൂർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷിജിൻ്റെ വർക്ക്ഷോപ്പിൻ്റെ ലൊക്കേഷൻ കിട്ടുന്നതാണ്. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പറും കൊടുത്തേക്കാം. പിന്നെ മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടത്, നമ്മൾ ഫേസ്ബുക്കിൽ പാർട്ടായിട്ടായിരിക്കും വീഡിയോ ഇടുന്നത്. നിങ്ങൾക്ക് ഫുൾ വീഡിയോ കാണണമെങ്കിൽ ഉറപ്പായിട്ടും ദീപക് ജെ ബാസി വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഫേസ്ബുക്കിൽ പാർട്ട് ഇടുന്ന അന്ന് തന്നെ നമ്മൾ അവിടെ അപ്ലോഡ് ചെയ്തതാണ്. സോ നിങ്ങൾക്ക് ഫുൾ വീഡിയോയും അവിടെ പോയിട്ട് കാണാവുന്നതാണ് കേട്ടോ. കുറേ പേര് കംപ്ലൈൻറ്റ് വന്നുണ്ട് പാർട്ടായിട്ട് ഇടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എന്താ പറയുക, എല്ലാവർക്കും കണ്ട് ഇരിക്കാനായിട്ടുള്ളൊരു ക്ഷമയില്ല. എന്നാൽ ഫുൾ വീഡിയോ കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഉറപ്പായിട്ടും യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ ഫുൾ വീഡിയോ കാണുകയും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ചിട്ട് കൺക്ലൂഡ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടം ലൈക്കായിട്ട് അറിയിക്കുക. അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.